ഇന്ന് 2500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയോടുകൂടി നമ്മൾ റിനോവേറ്റ് ചെയ്ത ഈ ഒരു സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായി അവരുടെ നിറസാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കി തീർക്കുവാൻ ചില വിശിഷ്ട വ്യക്തികൾ നമ്മളോടൊപ്പം ഈ വേദിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. So ladies and gentlemen, put your hands up for Anika Surendran. Yes, 2010 ബാലതാരമായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ബേബി അനിക സുരേന്ദ്രൻ. മലയാളം സിനിമയിലൂടെ തന്റെ പ്രകടനം കാഴ്ചവെച്ച അനിക മലയാളം, തമിഴ്, തെലുഗു എന്നിങ്ങനെ സൗത്ത് ഇന്ത്യൻ, തെന്നിന്ത്യൻ ഭാഷകളിൽ നിരവധി ഭാഷകളിൽ തന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പോരാണ്ട് the best child artist-നായിട്ടുള്ള awards നിരവധി തവണ വാങ്ങുകയും ചെയ്ത our very own അനിക സുരേന്ദ്രൻ. Mother lady, come on! Thank you so much. So, requesting our very own Sandra to hand over the bouquet to Anika. Yes, അടുത്തതായി നമ്മുടെ അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ ജോൺ കുര്യാക്കോസ് അവരെ ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ ജോൺ കുര്യാക്കോസ്, ladies and gentlemen. അടുത്തതായി അങ്കമാലി മുൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ നിക്സൺ മാവേലി, അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി തന്നെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ നിക്സൺ മാവേലി ഒന്ന് വഴി മാറി നിൽക്കണം. ജില്ലാ സെക്രട്ടറിയുമായ മിസ്റ്റർ എം വി പാലച്ചൻ. Yes, we have Mr. M. V. Palachan. Moving on to the RSB ജില്ലാ സെക്രട്ടറി and നമ്മുടെ ചിരിക്കൽ ഫാമിലി മെമ്പർ കൂടിയായ മിസ്റ്റർ ജോർജ് സ്റ്റീഫൻ അവരെ ഏറെ സ്നേഹാദരവോടുകൂടി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Yes, Mr. George Stephen. Yes. Now, calling upon the founder of Chirakkal Lighthouse and Chirakkal Foreign Exchange Private Limited, Mr. Sebi Sebastian, along with his wife, Mrs. Bina Sebastian. And now calling upon the current heads of Chirakkal Lighthouse, Mr. Stephen Sebastian and Mrs. Sandra Stephen. Yes, so ladies and gentlemen, we have all the dignitaries here. ഓക്കെ, നമ്മുടെ ഭാരവാഹിയായ മിസ്റ്റർ ജോബി ജോസിനെ കൂടി ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ വേദിയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിസ്റ്റർ ജോബി ജോസ്, ഒന്ന് വഴി കൊടുക്കാം. യെസ്, നമ്മുടെ ഈ ഒരു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് വളരെ ഒരു സ്പിരിച്വൽ ലെവലിൽ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും ആരംഭിക്കാം. അതിനായി തിരിതെളിക്കുവാനായി ആദ്യമേ തന്നെ requesting and President please come forward and light the first lamp. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈയടിയോടുകൂടി ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ്. Ladies and gentlemen, put your hands up for Chirakkal Lighthouse.
would you share a few words with us? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാൻ കഴിഞ്ഞതിലും നന്നായി കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ചെറുക്കൻ ലൈറ്റ് ഹൗസിൽ എനിക്ക് ബിഗ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. പുതിയ റെനോവേറ്റഡ് സ്റ്റോറാണ്. കാൻറ്റ് വെയിറ്റ് ടു സീ വാട്ട്സ് ഇൻസൈഡ്. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ കാൻറ്റ് വെയിറ്റ് ടു സീ വാട്ട്സ് ഇൻസൈഡ്. താങ്ക് യു. അത് മാത്രമല്ല, ഇനി അങ്ങോട്ടൊരു 6 മാസത്തേക്ക് ഞങ്ങളുടെ ചിറക്കൽ ലൈറ്റ് ഹൗസ് റിക്വസ്റ്റിംഗ് നമ്മുടെ ഈ ഭാരവാഹികൾ ആരെങ്കിലും 2 പേർക്ക് ഈ സ്ഥാപനത്തിന്റെ ഉടമകളായ സെബി സ്റ്റീഫൻ പി, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ജോർജ് സ്റ്റീഫൻ, ഞങ്ങളുടെ വ്യാപാരികളുടെ ജില്ലാ സെക്രട്ടറി ശ്രീ എൻ പി പോളച്ചൻ, ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ നിക്സൺ മാവേലി, ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ ജോബി ജോസ് ചിറക്കൽ, അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, ഇവിടെ സെബിയുടെയും സ്റ്റീഫന്റെയും ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കറിയാം 1969 ആരംഭിച്ച ഒരു സ്ഥാപനമാണത്. പ്രകാശം പരക്കട്ടെ. ഞാൻ പറയട്ടെ, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തണം. ഈ സ്വിച്ചും ലൈറ്റും അങ്കമാലിയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് നമ്മുടെ എസ്തപ്പാനോസാണ് 1969. അന്ന് അദ്ദേഹം ആരംഭിച്ച സ്ഥാപനം ഇന്ന് 3ാം തലമുറ അത് ഏറ്റെടുത്ത്, അല്ലെ ജോർജ്, 3ാം തലമുറ ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഈ ഒരു സ്ഥാപനമായിരുന്നത് ഇന്ന് 6ഓ 7ഓ സ്ഥാപനമായിട്ട് മാറി അങ്കമാലിയിൽ ഏറ്റവും നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവര്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ചിറക്കൽ ലൈറ്റ് ഹൗസ്, അതുപോലെ തന്നെ നമ്മുടെ ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ 3-4 സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വെബ്സൈറ്റിന്റെ ഇനാഗുറേഷൻ കൂടി നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ ബിസിനസ് വളരുകയാണ്. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, പുതിയൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ഒരുപാട് മുതൽ മുടക്കി കുറെ പേർക്ക് ജോലി കൊടുത്ത് ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് വേണം. ഇന്നത്തെ കാലത്ത് വ്യാപാരം വലിയ കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഓൺലൈൻ ബിസിനസ്സുകൾ, അതുപോലെ ഇന്റർനാഷണൽ ഭീമന്മാര് ഒക്കെ രംഗത്ത് വന്നിരിക്കുന്ന കാലത്ത് ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചിറക്കൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും പ്രകാശം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ കഴിഞ്ഞ 3 തലമുറകളുടെ ഒരു വിജയമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, പാപ്പേട്ടൻ തുടങ്ങി വെച്ച് ഞാൻ 86 അങ്കമാലി വരുമ്പോൾ ഈ പാപ്പാട്ടിനൊക്കെയാണ് നമ്മുടെ ഒരു റോൾ മോഡലായിട്ട് കണ്ടിരുന്നത്. ഈ എല്ലാ മക്കളെയും ഒരുപോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവന്ന പാപ്പേട്ടനെയൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകത ഞാൻ കാണുന്നത്, ഇന്നത്തെ തലമുറ യുവാക്കളെല്ലാം പുറത്തേക്ക് പോകണം. ഇവിടെ സ്റ്റീഫൻ ചെയ്തത് പുറത്തേക്ക് പോകാനുള്ള ശ്രമിച്ചത്, പുറത്തേക്ക് പോകുന്നവരെ സഹായിക്കാനുള്ളൊരു ശ്രമമാണ് സ്റ്റീഫന്റെ ഭാഗത്തുണ്ടായിരുന്നത്. സ്റ്റീഫന്റെ കൂടെ നിൽക്കാനായിട്ട് സാന്ദ്രയും ഇവർ 2 പേരും കൂടിയപ്പോഴുണ്ടല്ലോ. പിന്നെ സെബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സെബിയൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു പഴയ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നിക്സൺ മാവേലി അദ്ദേഹത്തെ 2 വാക്കുകൾ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചിറക്കൽ ലൈറ്റ് ഹൗസ് ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം ആഘോഷിക്കുന്നത്. കാരണം ഏറെ തിരക്കുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അത് കാലത്തിന്റെ ചുവരുകൾക്കുള്ളിൽ മായാതെ മങ്ങാതെ നിലനിൽക്കുന്ന ഒരു പുതിയ അധ്യായം മാറട്ടെ, അതിനുള്ള അവസരം ഒരുക്കുകയും ഇത് ഉദ്ഘാടനം ചെയ്യും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ പേരിലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിലും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് കൂടുതൽ വളർച്ചയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിസ്റ്റർ നിക്സൺ മാവേലി. ഇനി നമ്മൾ ഏവരും എത്ര നേരം കാത്തിരുന്ന ആ ഒരു മൊമെന്റ് ഉണ്ട്. Much awaited moment, the curtain raiser for the website launch of Chirakkal Lighthouse. Yes, എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് kindly don't make a fuss there. ഞങ്ങൾ ഒരു തിരക്ക് കൂട്ടാതിരിക്കുക, because Anika has to do the curtain raiser there. Yes, so ladies and gentlemen, നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഏകദേശം സമാപനത്തിലൂടെ എത്തിയാണ്. ഇതിനായി ഓരോ ഫ്രണ്ട്സ് പറയാനും നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് 2 വാക്ക് പറയാനും കറന്റ് ഹെഡ് സ്റ്റീഫനെ തന്നെ ഞാൻ ക്ഷണിച്ചു കൊടുത്തു. In the meantime, requesting every person, every dignitary
quick update on what this website is about. ആദ്യം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായി നമുക്ക് കമ്മ്യൂണിറ്റി ജനങ്ങളുടെ സപ്പോർട്ടിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ചാണ് ഉണ്ടാകുന്നത്. നമുക്കിന് എല്ലാ ഐറ്റംസും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കൂടുതൽ നല്ല റേറ്റ് കുറവ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ വെബ്സൈറ്റ് ലോഞ്ചിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കനിക, ദർശന അസോസിയേഷൻ പ്രസിഡന്റ്, പിന്നെ കോർഡിനേറ്ററും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. Yes, നിങ്ങളെല്ലാവരും വന്നപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. We have arranged for some hydrogen balloons over here. എനിക്ക് കുറച്ച് ബലൂൺ സ്റ്റേജിൽ തരണം. Thank you so much. So സ്റ്റേജിൽ ഡിഗ്നിറ്റീവ്സ് എല്ലാവരും 3 ബലൂൺസ് വെച്ചേക്കും. കുറച്ചുകൂടെ 2-3 ബലൂൺസ് ഉണ്ട്. എല്ലാവർക്കുമായി let's wait. Okay, ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ബലൂൺസ് കയ്യിലുള്ളവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ very really helpful. But നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ സ്റ്റാഫ്സ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാർ. So requesting all the staffs to come forward. എല്ലാ സ്റ്റാഫ്സും ചിലപ്പോൾ ലൈറ്റ് ഹൗസിന്റെ സ്റ്റാഫ്സ് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഫ്രണ്ടിൽ ക്യാമറ എടുക്കുന്നത് കുറച്ചൊന്ന് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത്. ബട്ട് വി നീഡ് ദിസ് ഷോട്ട് വെരി ബാഡ്ലി. സോ എല്ലാവരും റെഡി